ചേതന FM 90.8 ഫേസ് ടു ഫേസ്. തയ്യാറാക്കിയത് RJ മുംതാസ്. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചേതന FM 90.8 ഫേസ് ടു ഫേസിൻ്റെ മനോഹരമായൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും മനോഹരമായ ഒരു അതിഥിയുമായിട്ടാണ് ഇന്നും ഞാൻ ഫേസ് ടു ഫേസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യലായൊരു വ്യക്തിയാണ്. ശരിക്കും പരിചയപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി അടുത്തടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ നേരെ നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ചേറായി സെൻറ്റ് മേരീസിലെ വികാരി അച്ഛനായ ബിജു പി തോമസ് ആണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഫേസ് ടു ഫേസിലേക്ക്. നമസ്കാരം. ഒരുപക്ഷെ എല്ലാവരും കരുതുന്നുണ്ടാവും ഇന്ന് എന്താണ് അച്ഛൻ്റെ വിശേഷമെന്ന്. ശരിക്കും അച്ഛൻ എന്നതിലുപരി വളരെ വ്യത്യസ്തമായൊരു മേഖലയിലാണല്ലേ, വായനയുടെ ലോകത്തുള്ളൊരു വ്യക്തിയാണ്. സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട് കേട്ടോ. അച്ഛൻ വായനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഏകദേശം 20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയാലോ? അതെ മുംതാസ്. അപ്പോൾ അച്ഛാ, വായനയുടെ ലോകത്ത്, കാരണം നമുക്കറിയാം വികാരി അച്ഛനാണ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എപ്പോഴാണ് വായനയുടെ ലോകത്തേക്ക് വന്നത്? അത് വികാരിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വായനയുടെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വാസ്തവത്തിൽ എൻ്റെ ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ വായനാ ലോകത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ പുസ്തകങ്ങളുടെ ലഭ്യത ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, ഞങ്ങളുടെ വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്, അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 4-5 കുട്ടികൾ, ഞങ്ങൾ വളരെ അടുപ്പക്കാരായിരുന്നു. അവർ 1-2 പേര് എന്നെ പോലെ തന്നെ വൈദികരായി കഴിഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ചില ചർച്ചകളൊക്കെ ഉണ്ടായി. അതിൽ 1-2 ആളുകളുടെ വീട്ടിൽ പൂമ്പാറ്റ, ബാലരമ, അമർ ചിത്രകഥകൾ, അപ്പം ഇത്തരം പുസ്തകങ്ങൾ വരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഒരു അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഇന്നത്തെ പൂമ്പാറ്റ കിട്ടി, ബാലരമ കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ആകാംക്ഷയായി. ഞാൻ ആ വീട്ടിൽ നിന്നും ബാലരമ, പൂമ്പാറ്റ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി വായിക്കുന്ന ഒരു ശീലം എനിക്ക് ചെറുപ്പത്തിലുണ്ട്. 10 വയസ്സിന് മുമ്പേ തുടങ്ങി വാസ്തവത്തിൽ. കാരണം അതിൽ വളരെ ആകർഷണീയതയുണ്ട് അത് ആ പുസ്തകങ്ങൾക്ക്. അല്ലെങ്കിൽ കാർട്ടൂണുകളാണ്, അതുപോലെ തന്നെ ചിത്രകഥകളുണ്ട്, തുടരുന്ന കഥകളുണ്ട്. അപ്പം അതെല്ലാം ഒരാഴ്ച വായിച്ചു കഴിയുമ്പോൾ അടുത്തതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയാൽ അന്ന് തന്നെ എൻ്റെ സുഹൃത്ത് വായിച്ചു തീരും, അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ആ പുസ്തകം കൈമാറും. അപ്പം അങ്ങനെയാണ് വാസ്തവത്തിൽ വായനയുടെ ഒരു വിസ്മയ ലോകത്തിലേക്ക് കയറുന്നത്. അപ്പം അന്നത്തെ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾ എൻ്റെ ചെറിയ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം അതിലെ ചില കഥകൾ തുടരുന്ന കഥകളാണ്. പിന്നീട് എന്നെ ആകർഷിച്ചത് ചെറുപ്പത്തിൽ മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ, അതിൽ ഞായറാഴ്ചകളിൽ ചില പിക്ചർ ഉള്ള കഥകളുണ്ട്, ഫാൻറ്റം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു തോന്നുന്നു മാൻഡ്രേക്കിൻ്റെ കഥകൾ, ചെറിയ ചെറിയ കഥകൾ. അപ്പം അതൊക്കെ എന്നെ വളരെ കുഞ്ചുകുറുപ്പ്, വളരെയധികം ഫലിതങ്ങൾ. അപ്പം അങ്ങനെ ആ വാസ്തവത്തിൽ വളരെ ലളിതമായ വായനയിലൂടെയാണ് വായനാ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ എന്നേക്കാൾ മുതിർന്ന ചേച്ചിമാർ, അവർ നമ്മൾ പിന്നീട് പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന പുസ്തകങ്ങളുണ്ട്. മലയാള മനോരമ, മാതൃഭൂമി, മംഗളം. അത് ഇവർ വായിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നതൊക്കെ ഞാനും എടുത്ത് മറിച്ച് വായിച്ചു നോക്കും. വളരെ ആകർഷണീയമായിട്ട് പലതും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ, അതിൽ പ്രണയമുണ്ട്, അതിൽ വഴക്കുകളുണ്ട്, അതെല്ലാം ഉണ്ട്, നർമ്മങ്ങളുണ്ട്. അതൊക്കെ പിന്നെ സംഭാഷണ രൂപത്തിലാണ് അന്നത്തെ എഴുത്തുകൾ പലതും അവരും എഴുതുന്നത്. അതിനെ വളരെയധികം വായനാലോകത്തിലേക്കുള്ള പ്രവേശനത്തെ വളരെ എളുപ്പമുള്ളതാക്കി മാറ്റി. തീർച്ചയായിട്ടും ഇതിപ്പോൾ എനിക്ക് അച്ഛൻ ഈ അനുഭവം പറയുമ്പോൾ വായന എന്നതിലുപരി അച്ഛൻ ഓരോ അക്ഷരങ്ങളെയും വാക്കുകളെയും ഓരോ സെൻറ്റൻസിനെയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങി. ശരിക്കും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചു ഗ്രന്ഥശാലയുണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ, അമ്മാച്ചന്മാർ, അവരതിൽ മെമ്പേഴ്സായിരുന്നു. ഞാൻ ഈ ഡിറ്റക്റ്റീവ് നോവൽ വായനയിലേക്ക് വരുന്നത് ഞങ്ങൾ ഗ്രന്ഥശാല വഴിയാണ്. ബാറ്റൻ ബോസിൻ്റെയും ഒക്കെയുള്ള ഡിറ്റക്റ്റീവ് കഥകൾ, അതും എന്നെ വളരെ
ത്രസിപ്പിക്കുമായിരുന്നു ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. തീർച്ചയായിട്ടും വായനയുടെ ഒരു മാസ്മരിക ലോകമാണ് ഇന്ന് അച്ഛൻ നമുക്ക് കുറേ വിശേഷങ്ങൾ, അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെ ഒരു യാത്രയാണ്. അച്ഛൻ ഏകദേശം 20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ അച്ഛൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ കുഞ്ഞുനാളിലെ ഗ്രന്ഥശാലയെക്കുറിച്ചാണ്. ശരിക്കും ആ ഒരു ഗ്രന്ഥശാലയിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള ഓരോ കഥാപാത്രങ്ങളും അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് അച്ഛന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓ, നിശ്ചയമായിട്ടും. ഒരു പുസ്തകം നമുക്കെല്ലാം 15 ദിവസത്തേക്കായിരിക്കും തരിക. കൊച്ചുമുറി, ഇന്നത്തെ പോലെയുള്ള ഹൈടെക് ഗ്രന്ഥശാലയല്ല, പലകകൾ കൊണ്ട് മറച്ച ഒരു കൊച്ചു മുറിയാണ്. അപ്പം അതിലിരുന്ന് വായിക്കുന്ന, ആഴത്തിലിരുന്ന് ഞാൻ ചെല്ലുന്നത് പോലും ശ്രദ്ധിക്കാതെ വായിച്ചിരിക്കുന്ന ചില അച്ചായന്മാരുണ്ടായിരുന്നു. അവർ നമ്മളിത് ശ്രദ്ധിക്കില്ല. വായനയുടെ ലോകത്തിൽ അവർ ശരിക്കും മറന്നിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു മണമുണ്ട്. പുസ്തകമുറിയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധം ഉണ്ട്. അത് വളരെ നമ്മളെ അഡിക്ഷൻ പോലെയാകും. അതുപോലെ ഒരു പുതിയ പുസ്തകമാണെങ്കിൽ എടുത്താൽ ആദ്യം ചെയ്യുന്നത് കയ്യിലെടുത്തിട്ടൊന്ന് മണപ്പിക്കും. പുതിയ പേപ്പറിൻ്റെ ആ മണം നല്ല നമുക്കൊരു കുളിർമ നൽകുന്ന അനുഭവമാണ്. അച്ഛൻ തുടക്കത്തിൽ ഏത് പുസ്തകങ്ങളിലൂടെയാണ്? കാരണം പുസ്തക വായനയെക്കുറിച്ച് പറഞ്ഞു, ഫിക്ഷൻ സ്റ്റോറീസും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ പുസ്തകങ്ങളും ഡിറ്റക്റ്റീവും. എന്തൊക്കെ പുസ്തകങ്ങളാണ് അച്ഛൻ അന്ന് സെലക്ട് ചെയ്യാൻ തുടങ്ങിയത് വായനയിൽ? ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, വളരെ മതപരമായി ചിട്ടയുള്ളൊരു ഭവനത്തിലാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മ വളരെ മതബോധമുള്ള ആളാണ്. ഒരു ദേവാലയത്തിനടുത്താണ് എൻ്റെ വീട്. പല ദേവാലയങ്ങൾ. അന്ന് ഈ പറയുന്നത് പോലെയുള്ള വിഭാഗീയതയൊന്നും ശക്തമല്ല. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. അപ്പോൾ വേദപുസ്തക കഥാപാത്രങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ യാത്രയും ഇസഹാക്കും യാക്കോബും ഒക്കെ എന്നെ വളരെയധികം ബാല്യത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ശരിക്കും ആ വായനയിൽ അവരോടൊപ്പം യാത്ര ചെയ്യായിരുന്നില്ലേ? നിശ്ചയമായിട്ടും. നമ്മൾ വാസ്തവത്തിൽ ഈ ദേശം വിട്ടു പോവുകയാണ്. ഈ ഒരു കൊച്ചുകുട്ടി ഒരു കഥയിൽ പറയുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടി വലിയ വായനയാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടിയോട് നീ എന്തായി വായിക്കുമ്പോൾ നിനക്കുള്ള അനുഭവം എന്താണ്? അപ്പോൾ അവൾ പറയുകയാണ്, ഈ ചെറു ഗ്രാമത്തിലിരുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിക്കുന്നു എന്നാണ് കുട്ടി വായനയെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ നാട്ടിലിരുന്നു കൊണ്ട് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ വായിക്കുമ്പോൾ ഞാൻ പാലസ്തീനിലും ഇസ്രായേലിലും ഈജിപ്തിലും ഒക്കെ എത്തിച്ചേരുകയാണ്. ആ നാടുകൾ ഞാൻ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ആ ദേശത്തെ പറ്റി എനിക്കൊരു കാഴ്ചപ്പാട് ഓൾറെഡി ആയി കഴിഞ്ഞു. പിന്നെ സ്വാധീനിച്ച പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ട് സഞ്ചാര സാഹിത്യം വളരെ സഹായിച്ചിട്ടുണ്ട്. അതൊരു വേറൊരു അനുഭവം തന്നെയാണ്. അത് നമ്മളെ കൂട്ടിക്കൊണ്ടങ്ങ് പോവുകയാണ്. പാറപ്പുറത്തിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ, അതൊക്കെ നമ്മളെ വാസ്തവത്തിൽ ദൃശ്യാവിഷ്കാരമാണ്. നമ്മളെ നേരെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഈ വായനയെ മറ്റുള്ള തലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് അല്ലേ? അതുകൊണ്ട് അതിന് മരണമില്ല. വായനയ്ക്ക് രൂപം മാറും, പക്ഷേ വായന ഒരിക്കലും മരിക്കില്ല. അത്രമാത്രം മനുഷ്യ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് വായന. ഇപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കഥാപാത്രത്തോടെ, ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിനൊപ്പം കഥാപാത്രം അനുഭവിക്കുന്ന യാതനകളും കഷ്ടതകളും സന്തോഷവും എല്ലാം നമ്മുടേതായിത്തീരും. ഈ ഒരു പുസ്തക വായന, ആ ഒരു അധ്യായം കഴിയുമ്പോൾ ശരിക്കും അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ അച്ഛൻ അങ്ങനെ സമയം എടുക്കാറുണ്ടോ? ചെറുപ്പത്തിലുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ആ കഥാപാത്രമായിട്ട് മാറും. എനിക്ക് തോന്നുന്നു നല്ല ചില എഴുത്തുകാരുടെ കഥകൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രം അനുഭവിക്കുന്നതിനേക്കാൾ വലിയ വൈകാരിക പ്രയാസം വായിക്കുന്ന നമ്മൾ അനുഭവിക്കും. മാത്രമല്ല ഇന്നത്തെ സീരിയൽ പോലെ തുടർക്കഥകളാണ്. അപ്പോൾ ഒരു കഥ അവസാനിച്ചിട്ട് ഒരാഴ്ച കാലം കാത്തിരിക്കണം. അപ്പോൾ ആ കഥ വരുമ്പോൾ എന്താണ് ആ കഥാപാത്രത്തിന് സംഭവിച്ചതെന്ന് അറിയുവാനുള്ളൊരു ഉത്കണ്ഠ, ആ ഒരാഴ്ചക്കാലമുള്ള ഒരു ആകാംക്ഷാഭരിതമാണ് ആ കാത്തിരിപ്പ്. ശരിയാണ്, തീർച്ചയായിട്ടും. അച്ഛാ, നമ്മളിങ്ങനെ പറഞ്ഞ് എന്താ പറയുക, ഒരു കുറേ മാസ്മരിക ലോകത്താണ്. ശരിക്കും പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് അടങ്ങാത്ത പ്രണയം തോന്നുന്ന, വായനയോട് പ്രണയം തോന്നുന്ന, അക്ഷരങ്ങളോട് പ്രണയം തോന്നുന്ന ഒരു തലമുറയെ ശരിക്കും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഇന്നിപ്പോൾ വായനയെ അധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ശരിക്കും? എന്തുകൊണ്ടോ എല്ലാ കാലഘട്ടത്തിലും പഴയ തലമുറ പുതുതലമുറയെ അവർക്ക് വായന കുറവാണ്, സാമൂഹിക പ്രതിബദ്ധത കുറവാണ്, അവർ വ്യത്യസ്തമായ പാതയിലൂടെയാണ് പോകുന്നത് എന്നത് ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു പരാതി പോലെ അവതരിപ്പിക്കുന്ന, അതെല്ലാ തലമുറയിൽപ്പെട്ടവർ അനുഭവിച്ചിട്ടുള്ള ഒരു ക്ലീഷേ അനുഭവമാണ്. എനിക്ക് വാസ്തവത്തിൽ വ്യത്യസ്തമായ തലത്തിലാണ് അതിനെ കാണുവാൻ സാധിക്കുന്നത്. പുതുതലമുറ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവര് വായനയുടെ ലോകത്ത് നിന്ന് അകന്നിട്ടില്ലെന്ന് മാത്രമല്ല, വായനയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് എന്നെപ്പോലെ കുറച്ചാളുകൾ വായനാ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നല്ലൊരു ശതമാനം, 90% ആളുകളെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള വായനയിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. വാസ്തവമാണ്, രൂപം മാറിയിട്ടുണ്ട്, മാധ്യമവും മാറിയിട്ടുണ്ട്. ഈ ആഗോള തലത്തിൽ ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ അളവ് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ 2.2 ബില്യൺ പുസ്തകങ്ങളാണ് ഒരു വർഷം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ശരിക്കും അതൊരു ചെറിയ കണക്കല്ല. 138 കോടി ഡോളറിന്റെ വിപണി മൂല്യമാണ് പുസ്തകങ്ങൾക്ക് മാത്രമുള്ളത്. ഇന്ത്യയിലും കണക്ക് മോശമല്ല. ഒരു വർഷം 90,000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. നോക്കൂ അതിന്റെ വലിപ്പം. അപ്പൊ നമുക്കൊന്ന് കേരളവും മോശമല്ല. കേരളത്തിൽ ഒരു വർഷം 5,000-ൽ പരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1,400-ൽ പരം പുസ്തകശാലകൾ കേരളത്തിലുണ്ട്. ഇത് കാട്ടുന്നത് പുസ്തകത്തിന്റെ ലോകം ചെറുതായി എന്നല്ല, വായനാ ലോകം വിശാലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് പുതുതലമുറയുടെ വായനാശീലം വർദ്ധിച്ചു, പക്ഷെങ്കിൽ അവർ ഉപയോഗിക്കുന്ന രൂപം മാറിയിട്ടുണ്ട്, മാധ്യമം മാറിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് മാറിയിട്ടില്ലേ? ഞാൻ എഴുത്ത് തുടങ്ങി വായിക്കാൻ തുടങ്ങിയ മാധ്യമം താളി ഓലകളാണ്. ഓല പള്ളിക്കൂടത്തിലാണ് ഞാൻ പോയിരുന്നത്, പഠിച്ചിരുന്നത്. മണ്ണിൽ ഇരുന്ന് ചമരം പടിഞ്ഞിരുന്ന് മണലിൽ എഴുതി അല്ലെങ്കിൽ അറക്കപ്പൊടിയിൽ അക്ഷരം എഴുതി ആശാട്ടി വായിച്ചു തരുന്നത് ഉറക്കെ പറഞ്ഞാണ് ഞാൻ എൻ്റെ വായനാ ലോകത്തിലേക്ക് വരുന്നത്. അതൊരു വ്യത്യസ്ത അനുഭവം. അന്ന് അതാണ് പഠന മാധ്യമം. പിന്നീട് അത് സ്ലേറ്റിലേക്ക് മാറി, അതും പോയി, പിന്നെ ബുക്കുകളിലേക്കും മാറി. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ എത്ര മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. താളിയോല കഴിഞ്ഞു, മണ്ണിലെഴുത്ത് കഴിഞ്ഞു, സ്ലേറ്റിലെഴുതി, ബുക്കിലെഴുതി, ഇപ്പോൾ ടാബുകളിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പുതുതലമുറയിൽ വായനാശീലം വളർന്നിട്ടുണ്ടെന്നാണ് ഞാൻ കാണുക. നിശ്ചയമായിട്ടും വളരെയധികം. അത് അളവ് വളരെ വലുതാണ്. എൻ്റെ ചെറുപ്പത്തിൽ കേരളത്തിൽ എത്ര ശതമാനം ആളുകളുടെ ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കെന്നെ കണക്കറിയാം. ഏതായാലും 50-നടുത്തൊക്കെ കാണാൻ വഴിയുള്ളൂ. പിന്നീട് 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് കേരളത്തിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ പൂർണ്ണമായി സാക്ഷരതയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഏകദേശം 100% ലിറ്ററസിയില്ല. എൻ്റെ അർത്ഥം അത്രയും ആളുകളും വായനാശീലത്തിനായി അവർ എക്യുപ്ഡ് ആയിട്ടുണ്ട്. അപ്പം വായനാശീലം വർദ്ധിച്ചിട്ടുണ്ട്. അതിലുപരി 100% ഡിജിറ്റൽ സാക്ഷരതയും കൈവരിച്ചു ആ കേരള സംസ്ഥാനം. ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് വരുന്നൊരു ഗുണം നമ്മുടെ സമയം അല്പം പോലും പാഴായി പോകുന്നില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഞാൻ പണ്ട് കാലത്ത് വായിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വായിക്കാൻ അവസരം ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ചെറായിക്ക് യാത്രയാണ്. തിരുവല്ല നിർണത്തുനിന്നുമാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. നിർണമാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ ട്രെയിനാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ തിരുവല്ലയിൽ നിന്നും എറണാകുളം വരെ 2 മണിക്കൂർ, തിരിച്ചും 2 മണിക്കൂർ, 4 മണിക്കൂർ, അങ്ങനത്തെ 2 യാത്ര ഉണ്ട്. അങ്ങനെ എനിക്ക് 8 മണിക്കൂർ കിട്ടി. ഞാൻ ഇപ്പോഴത്തെ വളരെ പോപ്പുലറായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം പൂർണ്ണമായും ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളിൽ ചുരുക്കത്തിൽ ഒന്നാണ്. എല്ലാ പുസ്തകങ്ങളും പഴയകാല എഴുത്തുകൾ നല്ലതാണെങ്കിലും ഞാൻ അതിനെ ഇകഴ്ത്തി പറയുന്നില്ല. എങ്കിലും ഈ പുസ്തകം പൂർണ്ണമായും ഞാൻ വായിച്ചു. 2 പ്രാവശ്യത്തെ ട്രെയിൻ യാത്രകൾ. അപ്പം ബസ് സ്റ്റാൻഡിൽ പോലും ഞാൻ വെറുതെ നിന്നാൽ ഞാൻ വായനയിലാണ്. എനിക്ക് മൊബൈൽ ഒരു വലിയ സാധ്യതയാണ്. അവിടെ ഞാൻ വായിക്കുന്നു, തയ്യാറാകുന്നു, എൻ്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നു. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ പുതിയ കാലം ഞാൻ പറയും വായനക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല കാലമാണ് ഈ കാലം എന്നാണ് എൻ്റെ അഭിപ്രായം.
അച്ഛൻ ഏകദേശം 20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അച്ഛൻ ഗാന്ധിഭവൻ്റെ എക്സലൻസ് അവാർഡും നേടിയൊരു വ്യക്തിയാണ്. ഈ പുസ്തക എഴുത്തിലൂടെയും അല്ലാതെ ഒരു വായനക്കാരൻ, നല്ലൊരു വായനക്കാരൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ്റെ വിജയം എന്താണ് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? വളരെ നല്ലൊരു ചോദ്യമാണ്. എഴുത്തിൻ്റെ വിജയം അത് വായിക്കുന്നവരിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കുവാൻ സാധിക്കുകയും എഴുത്ത് എത്രമാത്രം സരളവും ലളിതവുമാക്കി സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരൻ വരെ യാതൊരു പ്രയത്നരഹിതമായി വായിച്ചു പോകുവാൻ സാധിക്കുക എന്നതായിരിക്കണം എഴുത്തുകാരൻ്റെ പ്രഥമ ലക്ഷ്യം. ഞാൻ പറഞ്ഞിരുന്നു, ചില ലളിതമായി ഇപ്പോൾ എഴുതുന്ന പുസ്തകങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ ചില പ്രഗത്ഭരുടെ പഴയ ഗ്രന്ഥങ്ങൾ നമുക്ക് അനായാസം വായിച്ചു പോകുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പുസ്തകം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ പറയും ദഹിക്കാൻ കുറച്ച് പാടാണ്, ഇച്ചിരി കഠിനമാണ്. ചിലർ പറയും നല്ലത് അല്പസമയമൊക്കെ എടുക്കുമെന്നുള്ളത്. പക്ഷെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന വായനക്കാർ അവർ സാധാരണക്കാരാണ്. മാത്രമല്ല ഏറ്റവും സാധാരണക്കാരനും അവനും വായനാപ്രാപ്യത വരുമ്പോഴാണ് ആ പുസ്തകത്തിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അപ്പം അവൻ്റെ ജീവിതവുമായും ബന്ധമുണ്ടാകണം. രണ്ടാമത് കഷ്ടപ്പെട്ടോ പ്രയാസപ്പെട്ടോ ജീവിക്കുന്ന ഒരാൾ വായിച്ചു പോകുമ്പോൾ അർത്ഥങ്ങൾ അന്വേഷിച്ച് ഡിക്ഷണറി തപ്പുവാൻ ഇടയാകരുത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ പുസ്തകരചനയിൽ പരമാവധി ഞാൻ അവലംബിക്കുന്ന ഒരു രീതി കഠിനമായ പദങ്ങൾ കഴിവതും ഉപേക്ഷിക്കുകയും അതിൽ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു പദം അന്വേഷിച്ച് കണ്ടെത്തി വലിയ വാക്കുകളെ ലളിതമാക്കുന്ന ഒരു ശൈലിയാണ്. പ്രത്യേക ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് ഞാൻ എഴുതുന്നത്. അപ്പം അത് അയത്നമായി അവർക്ക് വായിച്ച് പോകണം എന്നതുകൊണ്ടാണ്. അപ്പം എഴുത്തുകാരൻ്റെ ഒരു വിജയം എല്ലാവർക്കും വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ പുസ്തകം അവതരിപ്പിക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ തലമുറ, നമ്മുടെ ജെൻസി പിള്ളേർ വായനയിൽ കൂടുതൽ. കാരണം ഇന്ന് നമ്മൾ പുതിയ പുസ്തകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി ഉൾപ്പെടെയുള്ളവ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും അതിലെന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രസംഗവേദികളിലും എല്ലാം പറയുന്ന ഒരു കാര്യം, പഴയവയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, പുതിയവ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു. ആ ഒരു കാഴ്ചപ്പാടിനോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്കതിലുള്ളത് നിശ്ചയമായിട്ടും ഒരു വിഭജനം അതിലുണ്ടാകുന്നുണ്ട്, പഴയതും പുതിയതും തമ്മിൽ. പഴയതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഉള്ളിൽ അന്ന് എഴുത്തുകാർ പരിശ്രമിച്ചിരുന്നത്, ഒന്ന് അതിനുള്ളിൽ ഒരാത്മീകതയുണ്ടാകണം, രണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സാമൂഹിക മൂല്യം ഉണ്ടാകണം, മൂന്ന് അതിനുള്ളിൽ ഒരു സാമൂഹിക നൈതികത. ഇങ്ങനെ ചില കാര്യങ്ങൾ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ എഴുതി വരുമ്പോൾ പുസ്തകം കുറച്ചുകൂടി ഗൗരവമുള്ളതും ഗാംഭീര്യമുള്ളതായിട്ടും മാറും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഒരു വ്യത്യാസം നിശ്ചയമായിട്ടുമുണ്ട്. പുതിയ തലമുറ, ഉദാഹരണം പറഞ്ഞാൽ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ളതാണ്. പിന്നീട് വരുമ്പോൾ MD പോലെയുള്ള ആളുകൾ പുസ്തകം എഴുതുമ്പോൾ മനുഷ്യൻ്റെ ആന്തരിക വിപ്ലവങ്ങൾ, അതുപോലെ യാഥാർത്ഥ്യങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ, അവയ്ക്കാണ് MD പോലെയുള്ള എഴുത്തുകാർ പ്രാധാന്യം. ഇപ്പം ന്യൂ ജനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജീവിത പ്രശ്നങ്ങൾ പച്ചയായി എഴുതുവാനുള്ള ധൈര്യം അവർ കാട്ടിയെന്നുള്ളതാണ്. ഇതിനു മുമ്പ് വാസ്തവത്തിൽ മാധവക്കുട്ടിയാണ് ജീവിതത്തെ പച്ചയായി തുറന്നെഴുതുവാൻ ധൈര്യം കാട്ടിയ ഒരു എഴുത്തുകാരൻ. ഒരുപാട് വിമർശനം അവർ കേൾക്കുന്നുണ്ട്. ജൻസിയിൽ ആ അധൈര്യമില്ല. അവർ ധൈര്യത്തോടുകൂടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പച്ചയായിട്ട് എഴുതും. അതൊരു പക്ഷേ ഓരോ വായനക്കാർക്കും അതാണ് സത്യമെന്ന് അറിയാം, എങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ രീതിയിൽ ഇതല്ല എന്ന് മറിച്ച് അവരെ സപ്രസ് ചെയ്ത് വെക്കുന്നതല്ലേ. തുറന്നെഴുതേണ്ടതാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ജീവിത മൂല്യങ്ങൾ കൂടെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ളതാണ്. ജീവിത മൂല്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ തർക്കമുണ്ട്.
എൻ്റെ ജീവിത മൂല്യം മുംതാസിൻ്റെ ജീവിത മൂല്യം ആകണമെന്നില്ല. തീർച്ചയായും വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പോകുമ്പോൾ അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതെ അതെ. അതുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം ബെന്യാമിൻ ഒരു വാസ്തവത്തിൽ ഒരു ന്യൂജൻ എഴുത്തുകാരനാണ്, എന്നാൽ ജൻസി അല്ല. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ഈ കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ജീവിതത്തിൻ്റെ പച്ചയായ സത്യങ്ങൾ പച്ചയ്ക്ക് എഴുതുക. പക്ഷെ അത് എത്ര കാലം നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളായിരിക്കും നമുക്ക് പറയാനൊക്കില്ല. പക്ഷെങ്കിൽ അവിടെ എഴുത്ത് രീതി അതാണ്. അതിന് നമുക്ക് ഒരു ന്യായീകരണമുണ്ട്. സാഹിത്യം സമൂഹത്തിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുക. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം സാഹിത്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും അത് ഒരുപക്ഷെ ഈ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെ ആയിരിക്കില്ലേ? വായനയിൽ രണ്ട് തരത്തിൽ നമ്മളതിനെ കാണണം. വായനയെ രണ്ട് രീതിയിൽ നമ്മൾ എടുക്കണം. ഒന്ന് ലളിതമായി വായിച്ച് രസിച്ച് പോകുന്നത്. രണ്ട് ഈടുറ്റ ഗ്രന്ഥങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ചില കാര്യങ്ങൾ മൂല്യങ്ങൾ പലതും നിത്യമാണ്. ചില മൂല്യങ്ങൾ, ഇപ്പം സ്നേഹം, കരുണ, കരുതൽ, ഇത്തരത്തിലുള്ളതായ എറ്റേണൽ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് കൂടെ പുസ്തകങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ ആ പുസ്തകം അല്പം ഗൗരവമുള്ളവയും നിലനിൽക്കുവാനും സാധ്യതയുണ്ട്. മറ്റേത് നമ്മൾ സീരിയൽ കാണുന്നത് പോലെ കണ്ടു, നമ്മൾ റിലാക്സ് ചെയ്തു, അതവിടെ കഴിഞ്ഞു, പിന്നീട് നമ്മൾ അതിനെ അന്വേഷിക്കുന്നില്ല. തീർച്ചയായും. അപ്പം അതാണ് ഈ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പം കുറച്ചുകൂടെ മനുഷ്യഹൃദയങ്ങളിൽ കാൽപ്പനികത ഭാവം വളർത്തുവാനും ചിന്താശേഷി ഉള്ളതും നല്ല ഭാഷാ മൂല്യം ഉള്ളതുമായ ഗ്രന്ഥങ്ങളായിരിക്കും കാലത്തെ അതിജീവിച്ച് നിൽക്കുവാൻ പോകുന്ന കാലാവർത്തികളായ ഗ്രന്ഥങ്ങൾ. തീർച്ചയായിട്ടും. കണ്ടുണ്ടാകണം. ഒരുപക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം, ഇപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു പുസ്തകം വായിച്ചു അത് അടച്ചു വെക്കുന്നതിലുപരി പിന്നീടും ആ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തോന്നുന്ന തരത്തിലുള്ള എഴുത്തുകളല്ലേ? അതാ, അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളും സമൂഹത്തിൽ ഉണ്ടാകണം. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടാക്കേണ്ടത് ഗ്രന്ഥങ്ങളുടെ വെറൈറ്റീസാണ്. നമുക്ക് എളുപ്പത്തിൽ വായിച്ചു പോകുന്ന ഗ്രന്ഥങ്ങളും ഉണ്ടാകണം. അതേ സമയത്ത് ഗാംഭീര്യമുള്ള ഗൗരവമുള്ള പുസ്തകങ്ങളും സമൂഹത്തിൽ ഉണ്ടാകണം. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ ഇയാൾ പറഞ്ഞത് ശരിയാണ്, നമുക്കൊന്ന് മറിച്ച് നോക്കണം. ആ മറിച്ച് നോക്കുവാൻ ഇപ്പം പൗലോ കൊയ്ലോയുടെ പുസ്തകം ആൽക്കമിസ്റ്റ്, അത് എൻ്റെ ഒരു ചിന്തയിൽ കാലങ്ങളെ അതിജീവിക്കുവാൻ സാധ്യതയുള്ള പുസ്തകമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ആത്യന്തിക സത്യത്തെ അത് കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് കാലത്തെ അതിജീവിക്കുന്ന ആശയമാണ്. അത്തരത്തിലുള്ള ആശയങ്ങളുള്ള പുസ്തകങ്ങൾ കൂടെ സമൂഹത്തിൽ ഉണ്ടാകണം. അച്ഛാ, ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ പുതിയ തലമുറയും പഴയ തലമുറയും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇന്ന് പുസ്തകത്തിലുപരി ധാരാളം നമ്മൾ കാണാറുണ്ട് ബ്ലോഗ് എഴുത്തുകൾ ധാരാളം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സാങ്കേതികത്വം വളരുന്നതിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്. എങ്കിലും അച്ഛൻ എന്താണ് ആ ഒരു ബ്ലോഗ് എഴുത്തുകളുടെയും ആ ഒരു ബ്ലോഗ് വായനകളിലൂടെയും പറയാനുള്ളത് അതിനെക്കുറിച്ച്? അതിനോടും എനിക്ക് വളരെ പോസിറ്റീവായ നിലപാടാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വായനയുടെ ലോകം, എഴുത്തിന്റെ ലോകം രൂപ പരിണാമങ്ങളിലൂടെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ സമൂഹം മാറി ഒരു ഡിജിറ്റൽ വേൾഡാണ്. ആ ഡിജിറ്റൽ വേൾഡിൽ ആ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അത് നമ്മളെ നശിപ്പിച്ചു കളയും, അത് നമ്മളുടെ വായനയെ തകർക്കും, എഴുത്തിനെ ഇല്ലാതാക്കും എന്ന് നമ്മൾ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവയോട് വളരെ തുറന്ന മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ പഴയ വലിയ എഴുത്തുകാർ പലരും അവർ എഴുതിയ എഴുത്തുകൾ, അത് കവിതകളാകാം, നോവലുകളാകാം, അല്ലെങ്കിൽ ലേഖനങ്ങളാകാം, അത് 2 or 3 പ്രസിദ്ധീകരണ കമ്പനികൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് പ്രിന്റ് ചെയ്ത് വരില്ലെന്ന് മാത്രമല്ല, അത് പലപ്പോഴും ചവറ്റുകൊട്ടയിൽ പോകുമായിരുന്നു. ഒരു അപ്രമാദിത്യം നിലനിന്നിരുന്ന ഒരു കാലം കേരളത്തിന് വളരെ വിദൂരതയിലല്ല, അടുത്ത കാലത്ത് വരെയും നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ വ്ളോഗുകൾ വന്നപ്പോൾ എന്താ ഉണ്ടായ മാറ്റം?
അതെ, എനിക്ക് എഴുതാൻ തോന്നി. കുറച്ചുകൂടി വിശാലമായി അതിൻ്റെ ഞാൻ അതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഫിലോസഫിക്കലായിട്ട് പറയുന്നത് റൈറ്റിംഗ് കുറച്ചുകൂടെ ജനാധിപത്യപരമായി. മറ്റേ അങ്ങനെയല്ല, മോണോപ്പൊളിയാണ്. ചില ആളുകൾ ചക്രവർത്തിമാരായി അതിന്റെ മുകളിൽ കയറിയിരിക്കുകയും അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ പുതിയ എഴുത്തുകാർ പിറവിയെടുക്കുകയുള്ളൂ എന്നുള്ള സാഹചര്യം മാറിയിട്ട് എഴുത്തിലെ വലിയ ജനാധിപത്യ വിപ്ലവമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. വലിയ വിപ്ലവമാണ്. ആർക്കും ഏത് നിമിഷവും എഴുതാം ജനാധിപത്യപരമായി. എല്ലാവരും എഴുത്തുകാരെ. അവിടെ ജാതിയോ മതമോ മറ്റ് വിഭാഗീയതകളോ ഒന്നും ഇപ്പോൾ എഴുത്തിനില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് പഴയ വലിയ എഴുത്തുകാർ പലതും പരിഹസിച്ച് നിന്നവർ ഇപ്പോൾ അവരും ബ്ലോഗ് റൈറ്റിംഗിലേക്ക് മാറി. അവർ അവഗണിക്കപ്പെട്ടു പോയി സമൂഹത്തിൽ നിന്നും. കാലത്തിനനുസരിച്ച് അവർ മാറിയില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പല പ്രായമായ എഴുത്തുകാർ പലരും കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പോൾ വ്ളോഗ് എഴുത്തുകളിലേക്ക് തിരിഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ വ്ളോഗിന്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എപ്പോൾ വേണേലും എഴുതാം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് എഴുതണമെന്ന് തോന്നി. അപ്പം എനിക്ക് തോന്നിയത് നേഴ്സുമാരുടെ സമരമാണ്. ആ സമരത്തെ സംബന്ധിച്ച് എനിക്ക് എഴുതണമെന്ന് തോന്നി. പഴയ കാലത്ത് നമ്മൾ എഴുതിയാൽ ഒരു പത്രത്തിന് അയച്ചു കൊടുക്കണം. അതിപ്പോൾ 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും അപ്പോഴത്തേക്ക് ആ പ്രശ്നം മാറിപ്പോകും. ഇപ്പോഴങ്ങനെയല്ല, അപ് ടു ഡേറ്റ് ആണ്. ആ നിമിഷത്തിൽ നമുക്ക് എഴുതാം. എഴുതുക മാത്രമല്ല, എല്ലാ എഴുത്തിൻ്റെയും പ്രധാന ഭാഗം എന്താണ്? എൻ്റെ പ്രചരണമാണ്. എനിക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതൊരു 10-500 പേര് വായിക്കുന്നു. ഒരു പുസ്തകം പ്രിന്റ് ചെയ്താൽ ഇപ്പോഴും 500 പലരും പ്രിന്റ് ചെയ്യുക, 1000 കോപ്പിയാണ്. നമ്മൾ എഴുതി അരമണിക്കൂറിനുള്ളിൽ അത് 10-500 പേര് വായിക്കുന്നു. കൊള്ളാമെന്ന് കുറച്ച് പേര് പറയുന്നു, കുറച്ചു പേർ അതിന് ലൈക്ക് അടിക്കുന്നു. അപ്പം ഒരു ആർക്കും എഴുതാം, അതുമാത്രമല്ല എന്തും എഴുതാം എന്നുള്ള ഒരു വിശാലത എഴുത്തിന്റെ ലോകം കൈവരിച്ചു എന്നാണ് ഞാൻ. അതിൽ സ്വീകരിക്കേണ്ടതേത് സ്വീകരിക്കേണ്ടാത്തതേത് അവിടെയും മനുഷ്യ സ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് തുറന്നു, അല്ല ഇൻസ്റ്റാഗ്രാം തുറന്നു, അതിൻ്റെ അകത്ത് എല്ലാം അതിൻ്റെ അകത്ത് കാണും. ഞാനൊരു മാർക്കറ്റിൽ ചെന്നാൽ അവിടെ എല്ലാം അവിടെയുണ്ട്. നോമ്പ് കാലമാണ്, ഞാൻ ചന്തയിൽ ചെല്ലുമ്പോൾ അവിടെ മീനുണ്ട്, മട്ടനുണ്ട്, വെജിറ്റബിളും ഉണ്ട്. എനിക്കിഷ്ടമുള്ളത് ഇപ്പോൾ വെജിറ്റബിൾ ആണ്. ഞാൻ വെജിറ്റബിൾ മാവ് എടുത്താൽ മതി. മട്ടനും ബീഫും മീനും ഞാനിപ്പോൾ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച്. പക്ഷെ അവിടെ അപ്പോൾ എനിക്ക് വ്ളോഗ് റൈറ്റേഴ്സിനോടുള്ള പറയുവാനുള്ളത്, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ. ഒരു സമൂഹം നിലനിൽക്കുന്നത് അതിൻ്റെ മൂല്യത്തിലാണ്. ഇപ്പം പല റൈറ്റേഴ്സും മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന എഴുത്തുകളിലാണ് വ്യാപൃതരായിരിക്കുന്നത്. മറ്റു ചിലർ സ്ഥിരമായി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റുകളെ പരിഹസിക്കുകയും വിമർശനം മാത്രം തൊഴിലാക്കിയിട്ടുള്ളവരുമുണ്ട്. പക്ഷെ ഇതെല്ലാം നിശ്ചയമായിട്ടും വിമർശനാത്മകമായിരിക്കണം സമൂഹം. പക്ഷെ അത് ഒരുപാട് നമ്മൾ കൂടിപ്പോകുമ്പോൾ പ്രവർത്തനക്ഷമത കുറയുവാനും സാധ്യതയുണ്ട്. വ്ളോഗ് റൈറ്റിംഗ് മോശമാണെന്ന് ഞാൻ പറയില്ല. മാത്രമല്ല അത് വളരെ പോസിറ്റീവാണെന്നേ പറയുകയുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണം, നമ്മൾ ചിന്തിക്കുന്നവരായി മാറും. ഇപ്പം ഞാൻ ഇന്നുണ്ടായ ഒരു സംഭവത്തിൽ ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ അല്പസമയം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതാണ്, ചിന്തകളാണ്. മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ മനുഷ്യർ ചിന്തകരാവുകയുള്ളൂ. അല്ലെങ്കിൽ ആരോ ചിന്തിച്ചത് നമ്മൾ പകർത്തി നമ്മുടേതായ അസ്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുക. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ നേഴ്സുമാരുടെ പ്രശ്നം. ആ പ്രശ്നത്തിൽ അതിനുള്ളിൽ യാഥാർത്ഥ്യമുണ്ടോ, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടാണ് ഒരു എഴുത്തെഴുതുക. അപ്പം അതുകൊണ്ട് ചിന്താശക്തി മനുഷ്യനിൽ മാത്രമല്ല, ഞാൻ എൻ്റെ റൈറ്റിംഗ് ഷാർപ്പാക്കി എടുത്തത് എൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ 2008 മുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ്. അന്നു മുതൽ സാമൂഹ്യ വിഷയങ്ങളിൽ അനുദിനം പ്രതികരിക്കുന്ന ഒരാളാണ്. പ്രതികരിക്കുമ്പോൾ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധാപൂർവം എൻ്റെ വരികൾ കുറിക്കുന്നില്ല എങ്കിൽ വളരെ രൂക്ഷമായ വിമർശനത്തിന് ഞാൻ നേരിടേണ്ടി വരും. കാരണം ഞങ്ങൾ വളരെ വൾണറബിളായ ഒരു കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലായില്ല, എല്ലാ കിളികൾക്കും ചലയ്ക്കാമെങ്കിലും വശവൻ കിളിക്ക് ചലയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞു. വൈദികർ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ ഉടനെ അവരെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ താഴെ വന്ന് എഴുതിയാൽ ആ എഴുത്തിലൂടെ നമ്മൾ ബലഹീനമാക്കാം. എങ്കിലും ഇപ്പം ഏകദേശം 20 വർഷമാകുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട്. അതിലൂടെയാണ് ഞാൻ ഒരു എഴുത്തുകാരനായത്. വാസ്തവത്തിൽ എൻ്റെ ഭാഷയെ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഭാഷയുടെ
ഭാഷയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ എഴുതി മാത്രമേ പറ്റുകയുള്ളൂ. ആ എഴുത്തിനുള്ള സാധ്യത ബ്ലോഗിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആശയം മറ്റുള്ളവരിലേക്ക്, ഏറ്റവും വായന ഇഷ്ടപ്പെടുന്നവരിലേക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നു. അതും ഒരുപക്ഷെ വായനക്കാരുടെ ഒരു വിജയം കൂടിയാണ്. തീർച്ചയായിട്ടും അച്ഛാ, നമ്മളിപ്പം പുസ്തക വായന ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ശരിക്കും ഇപ്പം നമുക്കറിയാം, ഒരു സിനിമ കാണുമ്പോൾ ചില സമയം നമ്മൾ കണ്ട ആ ഒരു സമയത്ത് ഇമോഷണലി നമ്മൾ കരഞ്ഞ് ഒക്കെ അങ്ങനെയൊക്കെ ഇനി പോകാറുണ്ട്. ചിലത് നമ്മളെ മനസ്സിൽ ഹോണ്ട് ചെയ്ത് നിൽക്കും. എന്നാൽ ഒരു പുസ്തകം എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്? ഒരുപക്ഷെ അച്ഛന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട്. വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ് മുംതാസ് എന്നോട് ചോദിച്ചത്. വായന മനുഷ്യ ജീവിതങ്ങളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രക്രിയ എന്നുള്ളതിനേക്കാൾ അപ്പുറമായി മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കി വളർത്തിയതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വായനയും എഴുത്തുകളുമാണ്. അതിലൂടെയാണ് മനുഷ്യൻ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഗുഹാ അന്തർഭാഗത്ത് ചിഹ്നങ്ങളും ചിത്രങ്ങളും വരച്ച് തുടങ്ങിയ എഴുത്തും വായനയും എത്രയോ ഘട്ടങ്ങൾ പിന്നിടുകയാണ്. ഈജിപ്തിലും മെസൊപ്പൊട്ടാമിയയിലും ഒക്കെ അതിൻ്റെ ആദ്യ രൂപങ്ങൾ പിന്നീടുണ്ടാകുന്നു. പിന്നീട് ഫിനീഷ്യൻ ലിപി ഉണ്ടാകുന്നു. ഗ്രീക്കും ലാറ്റിനും വളർന്നു വരുന്നു. വേദവസ്തുവും ഖുറാനും വേദങ്ങളും എഴുതപ്പെടുന്നു. മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായനയും എഴുത്തും വളരുന്നു. അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം ലഭ്യമായിരുന്ന വായനയും എഴുത്തും 15-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഗുട്ടൻബർഗ് അച്ചടി കണ്ടുപിടിക്കുന്നു. വായന കൂടുതൽ ജനകീയമാകുന്നു. 19-ഉം 20-ഉം നൂറ്റാണ്ടിലെത്തുമ്പോൾ വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക് വളരുന്നു. കേരളത്തിലും ഏതാണ്ട് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നു. അങ്ങനെ സകലരും വായനയുടെ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ലോകത്തിൽ എത്തി നിൽക്കുന്നു. ഒരുപക്ഷെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്കും കേരളം എടുത്താൽ, കേരളത്തിൽ വായിക്കുവാനും എഴുതുവാനും അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് കണക്ക്. എൻ്റെ അർത്ഥം കേരളത്തിൽ പ്രത്യേകിച്ചും വായന ഒരു പ്രക്രിയയല്ല, ഒരു സംസ്കാരമാണ്. അപ്പോൾ 70കളിലും 80കളിലും പ്രഭാതത്തിൽ നമ്മൾ ഒരു ജംഗ്ഷനിൽ വന്ന് നിന്നാൽ അവിടെ ചായപ്പീടികയിൽ പത്രം വായിക്കുകയും രാഷ്ട്രീയം സംസാരിക്കുകയും ജനജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന മുതിർന്നവരെ കണ്ടാണ് കേരളത്തിൻ്റെ ഇന്നത്തെ മധ്യവയസ്കർ ജീവിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും ഡിജിറ്റലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. അപ്പം വളരെ ആഴത്തിൽ വായന എഴുത്തും മനുഷ്യൻ്റെ സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ചിന്താശൈലിയും വ്യക്തിത്വവും ജീവിത കാഴ്ചപ്പാടും വളർത്തുന്നതിൽ വായന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ഭാവനാശക്തി, കൽപ്പനാശക്തി, ഒരു പ്രശ്നത്തെ വിമർശനാത്മകമായി സമീപിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചത് മഹാന്മാരുടെ എഴുത്തുകളും അവയുടെ വായനകളുമാണ്. ലോകത്തിൻ്റെ മറ്റു വശങ്ങളിലുള്ള ആളുകളുടെ ജീവിതക്രമം മനസ്സിലാക്കി നമുക്കും അതിലെ നന്മകൾ സ്വീകരിച്ച് വളരുവാൻ സാധ്യമായത്. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ, ഇതൊന്നും വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായവയല്ല. ഇതൊക്കെ ലോകത്തിൻ്റെ വേറെ ഏതോ മറുഭാഗത്ത് ഉണ്ടായിരുന്നവയെ നമ്മൾ പകർത്തിയതാണ്. ആ പകർത്തുവാനുള്ള അറിവ് നമുക്ക് നൽകിയത് നമ്മുടെ വായനയും നമ്മളുടെ എഴുത്തുകളുമാണ്. അതിലൂടെയാണ് നിങ്ങൾ ഓരോന്നും എടുത്തുകൊള്ളൂ. ശാസ്ത്രമാണെങ്കിലും തീർച്ചയായിട്ടും നമ്മളുടെ സാങ്കേതിക വിദ്യകളാണെങ്കിലും ഇതൊക്കെ ലോകത്തിൻ്റെ വേറെ ഏതോ ഭാഗത്ത് നടന്നവയെ നമുക്ക് പങ്കുവെച്ച് എഴുത്തുകളിലൂടെ കിട്ടിയതാണ്. അത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിയിട്ടുണ്ട്. അപ്പം എഴുത്തും വായനയും പഠനവും മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ആഴമായി സ്പർശിക്കുന്നവയാണ്. അതിലൊക്കെ ഉപരിയായി ജീവിത മൂല്യങ്ങൾ, കരുണ, സ്നേഹം, കരുതൽ, സഹാനുഭൂതി, ദയ, ഇതൊക്കെ മനുഷ്യഹൃദയങ്ങളിൽ വാരി ഇടുവാൻ സഹായിക്കുന്നത് വായനയാണ്.
വേദഗ്രന്ഥങ്ങളാണെങ്കിലും അല്ലാതെയുള്ള പുസ്തകങ്ങളാണെങ്കിലും നമ്മളിലേക്ക് എത്ര ശക്തമായിട്ടാണ്. ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം, ഒരു മനുഷ്യൻ്റെ ദാരിദ്ര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട്, അയാളോട് കാട്ടിയ സഹാനുഭൂതിയില്ലായ്മ, അയാളോട് കാട്ടേണ്ടിയിരുന്ന സഹതാപം, ഇതൊക്കെ നമ്മൾ ശക്തമായി മനസ്സിലാക്കുകയാണ് ഈ പുസ്തകങ്ങളിൽ. തീർച്ചയായിട്ടും. അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തയും ജീവിത ശൈലിയും മാറ്റി കുറച്ചുകൂടെ ഉന്നതമായ അവസ്ഥയിലേക്ക് രൂപപ്പെട്ടു വരുവാൻ വായന നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു ഗുരു പറയുന്നത് പുസ്തകങ്ങൾ മനുഷ്യ ജീവിതത്തെ നിശബ്ദമായി രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ വാസ്തവത്തിൽ ഇപ്പം ഞാൻ 70 മുതലുള്ളവയുടെ വിറ്റ്നസ്സാണ്. 70 നിന്നും 2026 ആകുമ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയ ലോകം എത്ര വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. എത്രയോ വൻ രാഷ്ട്രങ്ങൾ കൺമുമ്പിൽ ഇടിഞ്ഞു വീണു. ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ USSR ആണ്, അത് പോയി. അങ്ങനെ രാജ്യങ്ങൾ വരുന്നു, വലിയ വലിയ ശക്തരായ ഭരണകർത്താക്കന്മാർ, അവർ ഇല്ലാതായി പോകുന്നു. അപ്പം അങ്ങനെയുള്ള നമ്മൾ തന്നെ അറിയാതെ ലോകം നിശബ്ദമായി മാറുന്നത് നമ്മൾ അറിയുന്നത് വായനയിലൂടെയാണ്. ഉറപ്പായി. ഒരുപക്ഷെ ഇന്നാണ് നമുക്കറിയാം സാങ്കേതികത്വം വികസിക്കുന്ന ഈ ഒരു സമയത്ത് വ്ളോഗേഴ്സിലൂടെ, സഞ്ചാരികളായ വ്ളോഗേഴ്സിലൂടെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച് അറിയുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കാണുന്നത് നമ്മൾ പകർത്തിയെടുക്കുന്നു എന്നല്ലാതെ ഒരു പുസ്തക വായനയിലൂടെ നമുക്ക് അവരൊപ്പം യാത്ര ചെയ്ത് ഈജിപ്തിലെ പിരമിഡുകളിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും വായന ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ മരിക്കുന്നില്ല, എഴുത്ത് മരിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, കൂടുതൽ കൂടുതൽ വിശാലമായി, അല്ലേ? നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അവരോടൊക്കെ ഈ ഒരു നിമിഷം അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയുവാനുള്ളത് വായനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ വിഷയം അതായതുകൊണ്ട് അതുകൊണ്ട് വായിച്ച് വളരുക, ലോകം വിശാലമാക്കുക. ഇപ്പോൾ ചിലരെങ്കിലും എന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് വരണമെന്ന് പോലും ആഗ്രഹമില്ല. കാരണം ഞാൻ അതേപ്പറ്റി ഒരു ധാരണ വായനയിലൂടെ വളർത്തിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ TV-യിലൂടെ നമ്മൾ കാണുന്നു, എത്രയോ യാത്രാവിവരണ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു. അതുകൊണ്ട് വായന ഒരു പ്രക്രിയ അല്ല, നിങ്ങളെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ അതൊരു ആശ്വാസമാണ്. ഏകാന്തതയിലെ സുഹൃത്താണ് പുസ്തകങ്ങൾ. നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് വായനയാണ്. ആ വായനയിലൂടെയാണ് നമ്മൾ പലതും തിരിച്ചറിയുക. മതജീവിതമാണെങ്കിലും നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നത് അതിൻ്റെ വായനയിലൂടെയാണ്. അപ്പം പലതിനെയും നിലനിർത്തുവാൻ നമുക്ക് വായന സഹായകരമാണ്. അതുകൊണ്ട് വായന ശക്തമായി തുടരുക. അങ്ങനെ നമ്മൾ അറിവുള്ളവരാകുക, അറിവിലൂടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക, ക്രിയാത്മകമാവുക, സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. അതാണ് എനിക്ക് പറയുവാനുള്ള സന്ദേശം. ഒരുപാട് സന്തോഷമുണ്ട് ഫാദർ. കാരണം നമുക്കറിയാം നല്ല തിരക്കുള്ള സമയത്തും ഈ ഒരു നമ്മുടെ ചേതന FM 90.ൽ എത്തിയതിന് ഫേസ് ടു ഫേസിൽ എന്നോടൊപ്പം ഒത്തിരി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛനോട് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിലും. കുറേ മനസ്സിലുള്ള സംശയങ്ങൾ ഒരുപക്ഷെ അച്ഛൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞതിനും ഒപ്പം ചേതനയുടെ പേരിലും ഒപ്പം എൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് അച്ഛാ. ചേതനയ്ക്കും മുംതാസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം. താങ്ക് യു. അടുത്ത ആഴ്ച നമുക്കപ്പോൾ മറ്റൊരു അതിഥിയുമായി കേട്ടുമുട്ടാം ഫേസ് ടു ഫേസിൽ. ആൻഡ് തുടർന്നും കാതോർത്തുകൊണ്ടേയിരിക്കൂ ചേതന FM 90.8. പറയൂ, കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം.